അപ്പോൾ വീണ്ടും ഒരു സൺഡേ സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് സൺഡേ ഇതുപോലെ ഞാൻ പറഞ്ഞു പോയിട്ട് നമുക്ക് അവിചാരിതവും ആകസ്മികവുമായ ചില ദുരന്തങ്ങൾ നമ്മളെ തേടിയെത്തുമ്പോൾ അതിൻ്റെ ഒരു പകച്ചു നിൽക്കൽ ആ ഒരു ആഴ്ചയിലൂടെയാണ് കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ട് ഞാൻ കടന്നു പോകുന്നത്. അപ്പോൾ എൻ്റെ മമ്മിയുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് കഴിഞ്ഞ സൺഡേ ആണ് ഹാർട്ട് കാർഡിയാക് അറസ്റ്റ് വന്ന് പെട്ടെന്ന് ഞങ്ങളെല്ലാം വിട്ടുപോയി. അപ്പോൾ ടോമിച്ചായൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. നമ്മുടെ ജോലികളെല്ലാം തുടർന്നേ മതിയാവും. അതുകൊണ്ടാണ് പെരുന്നാൾ വിഷ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റാതെ പോയത്. വെനസ്ഡേ സ്പെഷ്യലൊന്നും നമുക്ക് എടുത്തു വെച്ച കുറച്ച് ഷോർട്സ് നമ്മൾ ഈ ഒരു സിസ്റ്റം നമുക്ക് എന്തായാലും നടന്നു പോകണമല്ലോ. ഞാനിവിടെ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല, തിരിച്ചെത്തിയത് ഇന്നലെയാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് തേഴ്സ്ഡേ നൈറ്റിലാണ് കേട്ടോ. നമ്മൾ പെരുന്നാൾ പെട്ടെന്ന് വന്നല്ലോ. അപ്പോൾ അതിന് മുമ്പ് ഒരു വിഷ് ചെയ്യുന്ന വീഡിയോ എടുത്ത് നിങ്ങൾക്ക് മുമ്പിൽ വരാൻ പറ്റിയില്ല. ഞാൻ ജസ്റ്റ് എത്തിയുള്ളൂ. അതൊക്കെയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയായാലും എനിക്ക് തോന്നുന്നു നമ്മൾ ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ സിലബസിലും അല്ലാതെയൊക്കെ പഠിക്കുന്നുണ്ട്. ഒരുപാട് ആഗോള സാമ്പത്തിക പ്രതിസന്ധി വൻപൻ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എല്ലാവരെയും ബോധവാന്മാരാക്കേണ്ടത്. ജസ്റ്റ് ഒരു എമർജൻസി സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്, ഒരു CPR കൊടുക്കാനൊക്കെ. അപ്പോൾ ഇതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് ഉന്നത സ്ഥാനങ്ങളിരിക്കുന്നവർ എൻ്റെ ഭാഗ്യം കൊണ്ട് എൻ്റെ കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട്. അവരൊക്കെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഏറ്റവും താഴേക്കിടയിലോട്ട് എല്ലാവർക്കും ഇപ്പോൾ നമുക്ക് പോലും അറിയില്ല പെട്ടെന്നൊരു എമർജൻസി വന്ന് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഒരു CPR കൊടുത്ത് ചെയ്യിക്കാനുള്ള പരിശീലിപ്പിക്കാനുള്ള ഒരു ആവശ്യമായ നടപടികൾ അതിനുള്ളൊരു തുടക്കം കുറിക്കണം എന്നുള്ളത് വിനീതമായി എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കട്ടെ. നമ്മുടെ ഡ്യൂട്ടിയാണ്, ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇന്നും നമുക്ക് പതിവ് പോലെ ഒരുപാട് വെറൈറ്റീസ് ഫാബ്രിക്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ഫെസ്റ്റിവൽ സീസണിലേക്ക് ഈസ്റ്റർ സ്പെഷ്യലായിട്ടും വിഷു സ്പെഷ്യലായിട്ടും ഉള്ള ഒരുപാട് വെറൈറ്റീസ് വന്നിരിക്കുന്നത്. അത് ഓരോന്നായി നമുക്ക് കാണാം. അതിനു മുമ്പ് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ, സ്വാഗതം ഫാബ്ലൻസ് കളക്ഷൻസിൻ്റെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക്. ഞാൻ ലിജി. നമ്മുടെ ചാനൽ ഫാബ്ലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ 3 നമ്പർ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക. ഒപ്പം എത്ര മീറ്റർ വേണ്ടതെന്നും കൂടെ പറയുക. ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ നമ്പറിലും ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഏത് വീഡിയോയിൽ വേണമെങ്കിലും. സമയക്കുറവുള്ളവർക്ക് വേണ്ടി ഇത് ഷോർട്സ് ആയിട്ടും റീൽസ് ആയിട്ടും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ ഒരു ഫെസ്റ്റിവലിൻ്റെയും ഇതിൻ്റെയും അവധികളും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് സ്റ്റാഫിൻ്റെ കുറച്ചൊരു ഷോർട്ടേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, എമർജൻസി മാറ്റേഴ്സ് ഉണ്ടെങ്കിലും കസ്റ്റമർ കെയറിലേക്ക് മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ. ചില സമയങ്ങളിൽ കിട്ടിയെന്ന് വരില്ല. പിന്നെ ലീവ് ഉള്ളവരോടൊക്കെ ഉണ്ടാവും. അപ്പോൾ മൊത്തം സിസ്റ്റം ഒന്ന് സെറ്റ് ആവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഹോളിഡേയ്സ് കഴിഞ്ഞെല്ലാം വീണ്ടും നമ്മൾ പൂർവാധിക ശക്തിയോട് തന്നെ തിരിച്ചെത്തും. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കണ്ടു തുടങ്ങാം. അപ്പോൾ നമ്മൾ കോട്ട ഫാബ്രിക് കൊണ്ടുവരുമ്പോൾ എന്നും എല്ലാവരും ചോദിച്ചിരുന്നതാണ്, കോട്ടൺ കോട്ടയാണോ നെറ്റ് കോട്ടയാണോ? കാരണം ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന കോട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് സിന്തറ്റിക് കോട്ട വരുന്ന, നെറ്റ് കോട്ടയിൽ വരുന്ന ആ ഒരു ഫാബ്രിക്. നമ്മൾ ഇതിൽ കോട്ടൺ കോട്ടയിൽ നല്ലൊരു പ്രീമിയം മെറ്റീരിയൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഗുഡ് ഫ്രൈഡേ ആയിട്ടോ ഈസ്റ്റർ ആയിട്ടോ അങ്ങനെ അവർക്ക് മാത്രമല്ല കേട്ടോ, ആർക്കും ഉപയോഗിക്കാവുന്നതാണ്. കോട്ടൺ ലവേഴ്സിന് വേണ്ടിയിട്ട് ബെസ്റ്റ് ചോയ്സ് എന്ന് പറയാവുന്നതാണ്. ഇത് കോട്ടൺ കോട്ടയിൽ. ഇത് സംഭവം ഇതുപോലെ കാണുന്ന പോലെയല്ല, ആളൊരു പുലിയാണ്. ഇതാ അങ്ങനെ വരുന്നു. ഇത് ഇങ്ങനെ ഡാർക്ക് കളർ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കളർ വർക്ക് നിങ്ങൾക്ക് ഒന്നുകൂടെ എടുത്തറിയാൻ പറ്റും. അപ്പോൾ ഇത് ഈ വന്നിരിക്കുന്നത് കോട്ടൺ കോട്ടയിൽ ഇതാ 1 2 3 4 5 6 ഇതെല്ലാം ലേസ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇതിനിടയിൽ എംബ്രോയ്ഡറി, സീക്വൻസ് വർക്ക് എല്ലാം ചെയ്തൊരു പ്രീമിയം മെറ്റീരിയലാണ് വരുന്നത്. ഇതങ്ങനെ വരുന്നു, കംഫർട്ടബിളായ കോട്ടൺ കോട്ട. അപ്പോൾ ഇതൊരു വൈറ്റ് മെറ്റീരിയൽ, ഓഫ് വൈറ്റ് മെറ്റീരിയലിൽ സംതിങ് ഡിഫറൻ്റ് ആയിട്ട് നോക്കുന്നവർക്ക് സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ വരുന്നു. 40 ഇഞ്ചാണ് ഇതിന് വിടുത്ത് വരുന്നത്. കാരണം ഇത്രയും ഈ ഒരു അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ വിടുത്ത് അത്രയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്നു. മിനിമം ഓർഡർ ക്വാണ്ടിറ്റി 1.5 മീറ്റേഴ്സാണ് ഈ മെറ്റീരിയൽ. 480 റുപ്പീസ് പെർ മീറ്റർ, 480 രൂപ പ്രീമിയം മെറ്റീരിയലാണ്. അതിൻ്റെ പ്ലെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ കോട്ടയ്ക്ക് എന്താ വില ചോദിക്കേണ്ട, അതിന് പലതരത്തിലുള്ള കോട്ടൺ ഞാൻ ഓരോന്നും നമ്മുടെ വീഡിയോ തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ പ്ലെയിൻ വരുന്നു 150, 150 രൂപ. അപ്പോൾ ഇതങ്ങനെ വരുന്നു, പ്ലെയിനും വർക്കും. നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ കളർ, ഇത് യെല്ലോ ലവേഴ്സ്. ഇതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇനി വിഷുവിന് വേണ്ടിയിട്ട് യെല്ലോ കളർ നോക്കുന്നവർക്ക് അങ്ങനെ ആവാം. ഇനി അതല്ല ഹൽദി ഫംഗ്ഷൻ ആണെങ്കിൽ അങ്ങനെ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ വിചാരിക്കേണ്ട കേട്ടോ. ഇതാണ് അതിൻ്റെ അകവശം വരുന്നത്. അതിൻ്റെ പുറത്ത് വർക്ക് വരുന്നത് അല്ലേ, ഇങ്ങനെ വരുന്നു. യെല്ലോ ഷെയ്ഡ്, നല്ല ബ്യൂട്ടിഫുൾ യെല്ലോ ഷെയ്ഡിൽ കോട്ടൺ കോട്ട, പ്യുവർ കോട്ടൺ കോട്ടയിലാണ് വന്നിരിക്കുന്നത്. അതങ്ങനെ വരുന്നു. വർക്ക് 480 റുപ്പീസ് പെർ മീറ്റർ. മാച്ചിങ് പ്ലെയിൻ കളർ വരുന്നു. ഇങ്ങനെ വരുന്നു. ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ചെയ്യേണ്ടവർക്ക് എനിക്ക് തോന്നുന്നു ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ ഇതിൽ തന്നെ ടോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫ്രണ്ട് പീസിന് മാത്രമാണെങ്കിൽ നിങ്ങൾ 1.5 മീറ്റേഴ്സ് എടുക്കുക കേട്ടോ, 1.5 മീറ്റർ എടുക്കുക. പിന്നെ ഫുൾ എടുക്കുകയാണെങ്കിൽ 2.5 മീറ്റേഴ്സ് ജസ്റ്റ് നോർമൽ ഒരു സൈസ് ഉള്ളതിന്. കാരണം കുറച്ച് വിടുത്ത് കുറവുണ്ട്, സ്ലീവ് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. 2.75 എടുത്താലാണ് കറക്റ്റ് ഫുൾ ടോപ്പ് അതിൽ വരിക. ബോട്ടം ഇതിൽ ചെയ്യുക. ഇനി അല്ലെങ്കിൽ ബഡ്ജറ്റ് റേഞ്ചിലാക്കണമെങ്കിൽ ടോപ്പ് ഇതിൽ ടോപ്പ് ആൻഡ് ബോട്ടം ഇതിൽ ചെയ്തിട്ട് ദുപ്പട്ടയ്ക്കായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ വരുന്നു. അത് നെക്സ്റ്റ് കളർ ഇത് വരുന്നു. ഈ ലൈറ്റ് ഷെയ്ഡ്സ്
പൗഡർ ബ്ലൂ ആണോ ജസ്റ്റ് ഗ്രീനിൻ്റെ ലൈറ്റിൻ്റെ വരുന്ന ഒരു കളറാണോ? പൗഡർ ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് അല്ലേ? ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ കോട്ടൺ ലവേഴ്സ് വിത്ത് ലൈറ്റ് ഷെയ്ഡ് ചർച്ച് വെയർ ആയിട്ടൊക്കെ നോക്കുന്നവർക്ക് ഇതാ വരുന്നു. ഈസ്റ്റർ സ്പെഷ്യലായിട്ടൊരു ലൈറ്റ് ഷെയ്ഡ് നോക്കുന്നവർക്ക് ഇതാ ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വരുന്നു 480 480 രൂപ ഇങ്ങനെ വരുന്നു. അതിൽ നമുക്കിത് മാച്ചിങ് പ്ലെയിൻ കളർ വന്നിട്ടുണ്ട്. ഇങ്ങനെ വരുന്നു 150 150 രൂപ. സെറ്റ് വൈസ് ആണ് കേട്ടോ അത് കൊടുക്കുന്നത്. ഇങ്ങനെ വരുന്നു. വർക്ക് മെറ്റീരിയൽ മാത്രം സാരിക്കായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടവർക്ക് സാരിക്കായിട്ട് കട്ട് ചെയ്തെടുക്കാം. ബട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വിഡ്ത്ത് 40 വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പ്ലെയിനും കൂടെ വാങ്ങിച്ചിട്ട് അപ്പർ പോർഷനിലേക്ക് ജോയിൻ ചെയ്ത് എടുക്കേണ്ടി വരും. എന്നിട്ട് അതിനൊരു ലേസ് എന്തെങ്കിലും കൊടുത്ത് ആക്കേണ്ടി വരും കേട്ടോ. ഇങ്ങനെ വരും. നമ്മുടെ വക ഒരു ലേസ് കൂടെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ വരും. തിരിച്ചു വരുന്നു. നെക്സ്റ്റ് വരുന്നു ആ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ്. റസ്റ്റ് ഓറഞ്ച് അത്ര ഡാർക്ക് അല്ല, നമ്മളെ ഒരു സാൽമൺ കളർ എന്ന് പറയില്ല, നമ്മുടെ കനകാംബര അല്ലേ, കനകാംബര കളർ. ഇങ്ങനെ വരുന്നു 480 480 രൂപ. ഇങ്ങനെ വരുന്നു. മാച്ചിങ് പ്ലെയിൻ ഫാബ്രിക് വരുന്നത് ഇങ്ങനെ വരുന്നു 150 150 രൂപ. അപ്പോൾ നമ്മൾ കോട്ടൺ കോട്ട കണ്ടല്ലോ. കോട്ടൺ കോട്ടൻ്റെ പ്രത്യേകതകൾ മനസ്സിലായില്ലേ? സോഫ്റ്റ് ഫാബ്രിക്, നമുക്ക് ഇഷ്ടം പോലെ വാഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. കോട്ടൺ കോട്ടയിൽ എംബ്രോയ്ഡറി നമുക്ക് കണ്ണില്ലല്ലോ, അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു, അത് മുകളിലാണിത്. അതൊക്കെ അത് അപ്പോൾ നമുക്ക് നോർമൽ വാഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാം, പക്ഷെ ശ്രദ്ധാപൂർവ്വം ചെയ്യുക അതിൽ. ഇനി വരുന്നതാണ് നമ്മൾ മൂങ്കാക്കോട്ട. നമ്മൾ സാധാരണ നെറ്റ് കോട്ട ഉണ്ടല്ലോ, അതിനൊക്കെ കുറച്ചുകൂടി ഒരു പ്രീമിയം ഫാബ്രിക്കാണ് വരുന്നത്. മറ്റേ കുറച്ചുകൂടെ ഓവർ സ്റ്റിഫായിരിക്കും. ഇത് അത്രത്തോളം സ്റ്റിഫല്ല, എന്നാൽ നമ്മൾ കോട്ടൺ കോട്ടയല്ല, സിന്തറ്റിക് മിക്സ് ഉള്ള ഫാബ്രിക് തന്നെയാണ്. പക്ഷെ ഇത് എങ്ങനെ വരുന്നു, അതിലൊരു ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വരുന്നത്. ഫസ്റ്റ് വരുന്ന ബ്ലൂ ഷെയ്ഡിൽ മൂങ്കാക്കോട്ടയിൽ വർക്ക് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് ഇതല്ല, നല്ല വശം ഇങ്ങനെ വരുന്നു. അതാ 2 ലെയർ പിടിക്കുമ്പോൾ കറക്റ്റ് അറിയാം അല്ലേ. ഇങ്ങനെ വരുന്നു 320 റുപ്പീസ് പെർ മീറ്റർ, 320 രൂപ. അപ്പോൾ അതെങ്ങനെ വരുന്നു, അതിൻ്റെ പ്ലെയിൻ വരുന്നു. ഞാൻ ആ പ്ലെയിനിൽ വർക്ക് ചെയ്ത് വരുന്നതാണിത്. മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ഒരു സിന്തറ്റിക് കണ്ടൻറ്റ് കൂടുതലുള്ള ഫാബ്രിക്കാണ്. ഇതിന് 80 റുപ്പീസാണ് റേറ്റ് വരുന്നത്. അപ്പോൾ രണ്ടും വ്യത്യാസം മനസ്സിലായില്ലേ? കോട്ട എന്ന് പറഞ്ഞാൽ തന്നെ കോട്ടയിൽ പല തരത്തിലുള്ളതുണ്ട്. വരുന്നു 80 റുപ്പീസ് 80 രൂപ. അപ്പോൾ അതിൻ്റെ വർക്ക് പ്ലെയിൻ ഇങ്ങനെ സെറ്റ് വൈസ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ വാങ്ങാം. മിനിമം ബോർഡർ ക്വാണ്ടിറ്റി 1.5 മീറ്റേഴ്സ്. നെക്സ്റ്റ് ഇതാ കളറ്. അപ്പോൾ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കോട്ട വേണ്ടവർക്ക് ഇത്, പ്രീമിയം കോട്ടൺ കോട്ട നോക്കേണ്ടവർ മറ്റു തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ. അത് നമുക്ക് റെയറായിട്ട് അത്രയും നല്ല ഭംഗിയുള്ള വർക്കുള്ള മെറ്റീരിയലൊക്കെ കിട്ടാറ്. അപ്പോൾ അത് മിസ്സാക്കണ്ട. ഇങ്ങനെ വരുന്നു വൈറ്റിൽ സംതിങ് ഡിഫറെൻ്റ് ആയിട്ട്. അപ്പോൾ ഇത് ദുപ്പട്ടയാക്കി അതിൽ ടോപ്പ് ചെയ്ത് അങ്ങനെ വേണ്ടി പ്ലെയിനിൽ ടോപ്പാക്കി അങ്ങനെ വേണ്ടി എടുക്കാം. 320 320 രൂപ ഇങ്ങനെ വരുന്നു. അതിൻ്റെ കൂടെ മാച്ചിങ് പ്ലെയിൻ വരുന്നുണ്ട് 80 റുപ്പീസ് 80 രൂപ. 80 320 320. അത്രമേൽ ഹെവി വർക്കാണ് വന്നിരിക്കുന്നത്. ഈ ഓരോ ഫ്ലോറൽ വർക്ക് മാത്രമല്ല, അത് കൂടാതെ ഇതിൽ ഓൾ ഓവർ ഒരു വർക്ക് പോയിട്ടുണ്ട്, ഇങ്ങനെ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെ വരും 320. നെക്സ്റ്റ് വരുന്നു ബ്യൂട്ടിഫുൾ ലാവൻഡർ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു 320. ഇങ്ങനെ വരുന്നു. അതിനും മാച്ചിങ് പ്ലെയിൻ കളർ വരുന്നുണ്ട് 80 രൂപ. അപ്പോൾ ഓരോന്ന് എത്ര മീറ്റർ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ഫുൾ ടോപ്പ് ഇതിൽ ചെയ്യുകയാണെങ്കിൽ അതൊരു ഭംഗിയായിരിക്കും. ടോപ്പ് ബോട്ടം അങ്ങനെ ചെയ്യാം. ദുപ്പട്ട കൂടി വേണ്ടവർക്ക് ഇതിലോ അതിലോ രണ്ടും കൂടെ കൂടിയിട്ട് ഒരു പാനൽ ദുപ്പട്ടയൊക്കെ പോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഇനി ബഡ്ജറ്റ് റേഞ്ചിൽ ചെയ്യേണ്ടവർക്കാണെങ്കിൽ ടോപ്പ് പ്ലെയിനിൽ ചെയ്തിട്ട് ഇത് ദുപ്പട്ടയാക്കി എടുക്കാം, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ നെക്സ്റ്റ് വരുന്നു നല്ല ലൈറ്റ് യെല്ലോ ഷെയ്ഡിൽ. അപ്പോൾ അത് വിഷു, ഹൽദി, നോർമൽ യൂസ് ഇങ്ങനെ എന്ത് വേണേലും ചെയ്യാൻ പറ്റുന്ന യെല്ലോ ഷെയ്ഡിൽ ഇത് അങ്ങനെ വരുന്നു. ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വന്നില്ല, ഇങ്ങനെ വന്നു. ഇതാ യെല്ലോ ഷെയ്ഡിൽ 320 അല്ലേ, 320 അല്ലേ, 320 80 80 രൂപ ഇങ്ങനെ വരുന്നു. ഇനി നമ്മുടെ അടുത്ത ജനപ്രിയ താരം കാംബ്രിക് കോട്ടണിലെ 3 പീസ് സെറ്റാസ് റണ്ണിങ് മെറ്റീരിയൽ. 3 പീസ് സെറ്റാസ് റണ്ണിങ് മെറ്റീരിയലാണെന്ന് പറയുകയാണെങ്കിലും ഇത് പാവം, ഇത് തന്നെ വന്നത്. ഇതിന് ഫാമിലി ആരും ഉണ്ടായില്ല. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് ആൻഡ് ബോട്ടം ഇതിൽ തന്നെ എടുക്കാം. പല ഓപ്ഷൻസ് ഞാൻ തരുന്നുണ്ട്. വിത്ത് ദുപ്പട്ടയോട് കൂടിയാണെന്ന് മാത്രം. ദുപ്പട്ട വരുന്നുണ്ട്, ദുപ്പട്ട കമ്പൽസറി. അപ്പോൾ ടോപ്പും ബോട്ടവും എടുക്കാം. ഇനി അല്ലെങ്കിൽ ടോപ്പ് മാത്രമായിട്ട് എടുക്കാം. ടോപ്പ് ആൻഡ് ദുപ്പട്ട വേണി അങ്ങനെ മാത്രം എടുക്കാം. ഇങ്ങനെ വരുന്നു വിത്ത് ദുപ്പട്ട 270 റുപ്പീസ് പെർ പീസ്, 270 രൂപ. ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് 120 120 രൂപ. അപ്പോൾ ടോപ്പ് ആൻഡ് ദുപ്പട്ട വേണ്ടവർക്ക് അങ്ങനെ. ഇനി അത് മാത്രം സെറ്റ്. ഇനി ബാക്കി നിങ്ങൾക്ക് ഇതിൽ വേണ്ടവർക്ക് നമുക്കതിന് പ്ലെയിൻ ബോട്ടം വേണമെങ്കിൽ നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ പോപ്ലിൻ മെറ്റീരിയലാണ് ബോട്ടം ചെയ്യാനുള്ളത്. ഇതിന് 100 റുപ്പീസ് പെർ മീറ്റർ. അങ്ങനെ വേണമെങ്കിൽ ഇപ്പോൾ ടോപ്പ് ബോട്ടം അങ്ങനെ സെറ്റ് ചെയ്യാം, അതൊരു ഓപ്ഷൻ. ഇനി അതല്ല, ഇതിന് നിങ്ങൾക്ക് ബോട്ടമായി സെറ്റ് ചെയ്തിട്ട് ഈ ഒരു പ്രീമിയം ഹക്കോബയിൽ ഒരു ടോപ്പായിട്ട് വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. അത് ആ ഒരു പ്രിൻറ്റ് മാത്രം വന്നതുകൊണ്ട് ആ പ്രിൻറ്റിൻ്റെ ഭംഗിയും നമ്മളൊരു ബ്ലോക്ക് പ്രിൻറ്റിൽ വരുന്ന ആ ഒരു പാറ്റേൺ അതങ്ങനെ വരുന്നു. ഇത് നമ്മൾ ഹക്കോബ.
ഈ ഒരു ഹക്കോബയിൽ നിങ്ങൾക്ക് ഇത് ഓൾ ഓവർ ഒരേ പാറ്റേണിൽ വരുന്നതുകൊണ്ട് 2 മീറ്റർ ധാരാളം മതി. 300 റുപ്പീസ്, 300 രൂപ. ടോപ്പ് ചെയ്തിട്ട് ഇത് ബോട്ടവും ചെയ്ത് ഇത് ദുപ്പട്ടയാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം 3 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ടോപ്പ് ആൻഡ് ദുപ്പട്ട മാത്രം എടുക്കാം, ടോപ്പും ബോട്ടം ഇതിൽ തന്നെ ചെയ്ത് ദുപ്പട്ടയോട് കൂടി എടുക്കാം. ദുപ്പട്ട എന്തായാലും കമ്പൽസറി. ഇത് ടോപ്പും ബോട്ടവും ചെയ്യാം, അങ്ങനെ ചെയ്യാം. അല്ലെ ഇതും ടോപ്പ്, 4 ഓപ്ഷൻ തന്നു, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് സെറ്റ്. ഇനി വരുന്നവർക്ക് ടോപ്പ് ഉണ്ട്, ബോട്ടം ഉണ്ട്. അപ്പോൾ അതെങ്ങനെ വരുന്നു? 44 ഇഞ്ച് എടുത്ത് 120, 120 രൂപ. ബോട്ടം ഇതാ വരുന്നത് ഇങ്ങനെ 120. ദുപ്പട്ട ഇതാ വരുന്നത് ഇങ്ങനെ 270 റുപ്പീസ് പെർ പീസ്, 270 രൂപ. അങ്ങനെ സെറ്റ്. അപ്പോൾ നമ്മൾ ആ ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ഫീല് തരുന്ന അതേ ഒരു പാറ്റേണിൽ പ്രിൻറ്റ് വന്നിരിക്കുന്ന സെക്കൻഡാണ്. അപ്പോൾ നമ്മൾ നോർമൽ കാംബ്രിക് കോട്ടണിലെ പ്രിൻറ്റുകളാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഇൻഡിഗോ ലവേഴ്സിനായി 2 എണ്ണം കാണിച്ചേ. ഇനി നമ്മൾ വരുന്നത് ഫെസ്റ്റിവൽ സ്പെഷ്യലായിട്ടും അല്ലാതെയും ലൈറ്റ് ഷെയ്ഡ്സ് പ്രിഫർ ചെയ്യുന്നവർക്ക്, 3 പീസ് സെറ്റിൽ പ്രിഫർ ചെയ്യുന്നവർക്ക് ഇതെങ്ങനെ വരുന്നു? ടോപ്പ്, അതിൻ്റെ കൂടെ ഇതാ ബോട്ടം വരുന്നത് ഇങ്ങനെ. അത് മാത്രമല്ല അതിനൊരു പ്രത്യേകതയുണ്ട്. റണ്ണിങ് ദുപ്പട്ട വന്നിരിക്കുന്നത്, ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാനുള്ള ദുപ്പട്ട. നമ്മൾ മുമ്പൊരു വീഡിയോയിൽ ഞാനിങ്ങനെ റണ്ണിങ് ദുപ്പട്ട പറഞ്ഞിട്ട് കാണിച്ചു. പക്ഷേ അതിൽ ആ ഫസ്റ്റ് ബണ്ടിൽ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ ആ ബോർഡർ വന്നു അതിൽ. അതുകൊണ്ട് പിന്നെ അന്ന് 270 പീസ് അവർ ഓർഡർ എടുത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചിലർക്ക് അങ്ങനെ. പക്ഷേ ഇതിൽ ഞങ്ങൾ ചെക്ക് ചെയ്തു അല്ലേ, നല്ല റണ്ണിങ് ദുപ്പട്ടയായിട്ട് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ആവശ്യാനുസരണം 2.5 മീറ്ററോ 2.25 പ്ലസ് സൈസുള്ളവർക്ക് ആവശ്യാനുസരണം. ഈ 3 പീസ് സെറ്റിൻ്റെ ഒരു ഗുണം തന്നെ അതാണ്. നമ്മൾക്ക് എത്ര പ്ലസ് സൈസുള്ളവർക്ക് വേണമെങ്കിലും ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് 2.5 മീറ്റർ ഒന്നും എത്ര 3 വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, പാനൽ കട്ട് പോലെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. 120 ദുപ്പട്ട റേറ്റ് 100 റുപ്പീസ് പെർ മീറ്റർ, 100 രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത്. ഫസ്റ്റ് കളർ ഇത് വരുന്നു. ഇനി അതിൽ 1 മോർ കളർ വന്നിട്ടുണ്ട്. ഇതാ യെല്ലോ ഇങ്ങനെ വരുന്നു. ഇത് ടോപ്പ്, ഇതിൽ ബോട്ടം, അതിനും ഇതാ റണ്ണിങ് ദുപ്പട്ട വരുന്നത് എങ്ങനെ. അപ്പോൾ രണ്ടിലും ഇഷ്ടമുള്ള കളർ നോക്കി സെറ്റ് ചെയ്തോളൂ. ഇതിൽ 100 റുപ്പീസ് മീറ്റർ, 100 രൂപ ഇങ്ങനെ വരുന്നു. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ആ ഒരു സ്റ്റിച്ച് മോഡൽ എന്ന് എടുക്കുമോ, അതിൻ്റെ നമ്മുടെ ഡെനിമിൽ കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് വന്നിരിക്കുന്ന, എംബ്രോയിഡറി വന്നിരിക്കുന്ന ഈ ഒരു ഫാബ്രിക് നമുക്ക് ഇഷ്ടം പോലെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വരുന്നു. 300 അല്ലേ, 350 അല്ലല്ലോ, 300 റുപ്പീസ് പോയിട്ട് 300 രൂപ വരുന്നു. അതിൽ നമ്മളാണ് ഈ മോഡൽ അന്ന് അടുത്ത് അതിൻ്റെ ഓർഡേഴ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് കാണാത്തവർക്ക് ഇതിൽ ഇങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് തരും. ഈ ഒരു പാറ്റേൺ നമുക്ക് ഇനി കാണിക്കുന്ന ഫാബ്രിക് ഏതും ചെയ്യാം കേട്ടോ. ഇത് ഇന്നറായിട്ട് നിങ്ങളുടെ കയ്യിലുള്ളത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഈ ഹക്കോബയുടെ കൂടി ഹക്കോബ ഇന്നറായിട്ട് യൂസ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഹക്കോബ നമ്മൾ കാണിക്കുന്നുണ്ട്. ഈ ഒരു പാറ്റേണിലോ നോർമൽ കുർത്തി ചെയ്യാനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്. അപ്പോൾ നമ്മൾ ആ ഡെനിം വേണ്ടവർ എത്ര മീറ്റർ ആണെന്ന് പറയുക, അങ്ങനെ ചെയ്യാം. ഇനി നമ്മൾ ഇതിൻ്റെ മോഡൽ കാണിച്ചു കൊടുക്കാം. ഇത് നമ്മളന്ന് മോഡൽ ചെയ്ത് കാണിച്ചതാണ്. നമ്മൾ ഡെനിമിൽ ഈ ഒരു സ്റ്റൈലിൽ നമുക്ക് വിത്ത് ഇന്നറോട് കൂടിയിട്ടോ അല്ലാതെ എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിങ്ങനെ വരുന്നു. ഈ ഒരു മോഡൽ നോക്കിയിട്ട് പറഞ്ഞോളൂ. നമുക്ക് ഹക്കോബ കാണാം. അതാ നമ്മൾ ആ കണ്ട ആ ഒരു കോട്ടയുടെ ഏകദേശം കളറിലേക്ക് വരുന്ന ഹക്കോബ ആ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു. നല്ല ഹെവി കട്ട് വർക്കാണ്. 300 റുപ്പീസ്, 300 രൂപ. അതോടുകൂടി ഇതാ ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇന്നർ ആൻഡ് ഒരു റോംബർ സ്റ്റൈൽ ജംപ് സ്യൂട്ട് സ്റ്റൈലിലൊക്കെ വേണമെങ്കിൽ ചെയ്യാം. നോർമൽ ടോപ്പ് വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ലാഡർ ഹക്കോബ ഇഷ്ടം പോലെ എത്തിയിട്ടുണ്ട് കേട്ടോ. കോട്ട് സെറ്റ് പോലെ ചെയ്യാം. നിങ്ങൾക്ക് ടോപ്പ് ഓൺലി മാത്രം ചെയ്യാം, ബോട്ടം മാത്രമേ ചെയ്യാം, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇങ്ങനെ വരുന്നു. 300 റുപ്പീസ്, 300 രൂപ. ഇതാ നമുക്ക് ബട്ടർഫ്ലൈ പാറ്റേണിൽ വരുന്നത്. ഈ ഈസ്റ്റർ സ്പെഷ്യലും ഗുഡ് ഫ്രൈഡേക്കും ഒക്കെ ആയിട്ട് വൈറ്റ് വേണ്ടവരൊന്നും മിസ്സാക്കണ്ട. ഇത് നല്ല കോട്ടണിൽ വരുന്ന ബട്ടർഫ്ലൈ ടൈപ്പ് എംബ്രോയിഡറിയാണ് വരുന്നത്. 280 റുപ്പീസ്, 280 രൂപ ഇങ്ങനെ വരുന്നു. ഇനി നമ്മൾ കോറ കോട്ടണിൽ കേരള ക്രീം കളറിൽ ഇങ്ങനെ വരുന്നു. ഇത് ബിഗ് വിഡ്ത്ത് അല്ല, ഒരു 46 ഒക്കെയാണ് അല്ലേ വിഡ്ത്ത് വരുന്നത്. ഇതിന് 250 റുപ്പീസ്, 250 രൂപ ഇങ്ങനെ വരുന്നു. ഇത് ഞാൻ റീൽ എടുത്തപ്പോൾ 280 എന്ന് പറഞ്ഞോന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. 250 അവർ ഓർഡർ എടുക്കുമ്പോൾ അവർ കാൽക്കുലേഷൻ തരുമ്പോൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇങ്ങനെ വരുന്നു 250. ഇനി വരുന്നത് ശ്രദ്ധിച്ച് നോക്കണം. ശ്രീഹള്ളി അല്ല കേട്ടോ. ഇതുണ്ടോ ജക്കാർഡാണ്. നമ്മൾ കണ്ടാൽ വെറും വൈറ്റ് തോന്നും, പക്ഷേ അതിൽ ഒളിച്ചിരിക്കുന്നൊരു മാജിക് ഉണ്ട് ഇതിൽ. അതിന് കോട്ടൺ ജക്കാർഡ്, സെൽഫ് പ്രിൻറ്റ് വരുന്ന ഒരു ഫാബ്രിക് കോട്ടണിൽ. അപ്പോൾ വൈറ്റ് കളറിൽ സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് നോക്കുന്നവർക്ക് നല്ല ഓപ്ഷൻ കാണുമോ? അങ്ങനെ കാണുമോ? അങ്ങനെയാണല്ലേ, ഇങ്ങനെ വരുന്നു. 180 നല്ല പ്യുവർ കോട്ടൺ ആണ്. ഇങ്ങനെ വരുന്നു. അപ്പോൾ വൈറ്റ് ടോപ്പ് പ്രിഫർ ചെയ്യുന്നവർക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ അങ്ങനെ ആരെങ്കിലും വന്ന് അടുത്ത് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നോക്കിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. നല്ല സുഖമുള്ള കോട്ടനാണ്. 180, 180 രൂപ. അപ്പോൾ ഇത്രയും വൈറ്റിലും ഓഫ് വൈറ്റിലും ഒക്കെ വെറൈറ്റീസ് കാണിച്ചു. ഇതാ നമ്മളെ ഇഷ്ടം പോലെ എത്തിയിട്ടുണ്ട് കേട്ടോ. സീർസക്കറിലെ ചെക്സ് ഇതാ വരുന്നു. 190, 190 രൂപ. അപ്പോൾ ഇത് പിന്നെ ഫസ്റ്റ് സ്റ്റൈലിലോ ബസൂട്ടോ എന്ത് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം, നോർമൽ കുർത്തി ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ വരുന്നു
190, 190 രൂപ. ഇനി ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചോദിച്ചവർക്ക് നമുക്ക് അവൈലബിൾ ആയത് ഞാൻ എടുത്തിട്ടുണ്ട്. ഹാൻഡ് ബ്ലോക്ക് വരുന്നുണ്ട്. ഹാൻഡ് ബ്ലോക്ക് അജരൊക്കെ ഇനി സമ്മർ അങ്ങോട്ട് ഈ ഫെസ്റ്റിവലിൻ്റെ ഇതങ്ങോട്ട് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇഷ്ടം പോലെ വരും. അത് വന്നു കഴിഞ്ഞാൽ ഉടനെ വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഞാൻ അവൈലബിൾ ആയത് എടുത്തിട്ടുണ്ട്. പ്യുവർ കോട്ടൺ ലവേഴ്സ് ജോലിക്കാർ ഒത്തിരി പേര് പറയുന്നുണ്ട് സിമ്പിൾ കോട്ടൺ വേണം എന്നുള്ളത്. നമുക്ക് ഇപ്പോഴത്തെ കേരള ക്ലൈമറ്റ് വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ വരുന്നത്. ഇതൊക്കെ ചിലപ്പോൾ ക്വാണ്ടിറ്റി ഒരുപാട് ഉണ്ടാവില്ല, ഉള്ളതും ഇല്ലാത്തതും എല്ലാം എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തോളൂ. 180, 180 രൂപ. നെക്സ്റ്റ് വരുന്നത് എങ്ങനെ 180 ബ്ലോക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്ന കോട്ടൺ ആണ്. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ വരുന്നതാണ്. ഇങ്ങനെ വരുന്നു 180. ഇതാ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് കോട്ടണിൽ ഇങ്ങനത്തെ ഡാർക്ക് കളേഴ്സ് വരുമ്പോൾ എപ്പോഴും മെഷീൻ വാഷ് ചെയ്യാതിരിക്കും. ഇത് വൈറ്റും ബ്ലാക്കും വലിയ ഇഷ്യൂ ഇല്ല. ഇങ്ങനത്തെ റെയർ കളേഴ്സിനെല്ലാം ഇതങ്ങനെ വരുന്നു. ബ്ലോക്ക് പ്രിന്റിൻ്റെ സുഖമാണ് അതിൻ്റെ മെയിൻ അട്രാക്ഷൻ. 180. അതിനും ബോട്ടം ചെയ്യാനോ അങ്ങനെ ഇതായിട്ട് ടോപ്പ് ചെയ്യാനോ ഒക്കെ പറ്റുന്ന 180. ഇതാ ബ്ലാക്കിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് കോട്ടൺ 180 ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ 180. ഇതിൽ ഈ ടൈപ്പിലൊക്കെ നമ്മൾ റിപ്പീറ്റ് ഓർഡേഴ്സും കുറേ കൊടുത്തിട്ടുണ്ട്. ഇനി വരും ഇങ്ങനെ വരുന്നു 180. ഇത്രയല്ലേ ഉള്ളൂ. ഇൻഡിഗോയിൽ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ എടുക്കാതിരുന്നത്. ഇനി അതിൻ്റെ ബൾക്ക് സ്റ്റോക്ക് വന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യേ. ഇനി വരുന്നു 180. നമ്മൾ സ്റ്റിച്ചഡ് ബോട്ടംസ് റെഡിയായ കളേഴ്സ് കാണിക്കാം. ഇങ്ങനെ വരുന്നു. നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് നമ്പർ ഒന്ന് കാണിക്കൂ. നമ്മൾ അക്ടോബറിൻ്റെ കളറാണോ? നമ്പർ 1 ആണിത്. നമ്പർ 1. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് ഇത് അപ് ടു XXL സൈസ് വരെയുള്ളവർക്ക് ഓക്കെ ആയിരിക്കും. നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആണ്. വളരെ ഫിനിഷിങ്ങിൽ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാം. നിങ്ങൾക്ക് സൈസ് കുറവ് തോന്നുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്ലസ് സൈസ് വേണമെങ്കിലും ചെയ്തു തരും. ആസ് പെർ ഓർഡർ ചെയ്തു തരും. അപ്പോൾ റേറ്റിൽ കുറച്ച് വ്യത്യാസം വരും മാത്രം. ഇതിൽ 350 ആണ് റേറ്റ് വരുന്നത്. റൈറ്റ് സൈഡിൽ പോക്കറ്റ് ഉണ്ട്. 40 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. അപ് ടു XXL. ഇത് ഒരു M size 2 അമ്പിളി വെയർ ചെയ്യാറില്ല ഇതിൽ. അമ്പിളിയൊക്കെ ചെറിയ സൈസുള്ളൂ. S size തൊട്ടുള്ളവർ എല്ലാവർക്കും വെയർ ചെയ്യാൻ പറ്റും, കാരണം ഇത് വളരെ കംഫർട്ടബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ആസ് പെർ ഓർഡർ ഇതിന് താഴെ ഒരു വി കട്ടിങ് കൊടുത്തിട്ടോ പോട്ടലി ബട്ടൺ വെച്ചിട്ടോ ഒക്കെ മോഡൽ അനുസരിച്ച് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്ത് തരും. പിന്നെ ഇനി നമുക്ക് ഓരോന്ന് കാണാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡാർക്ക് കളേഴ്സ് വരുമ്പോൾ പ്യുവർ കോട്ടൺ പോപ്ലിൻ മെറ്റീരിയലാണ്. ഒരു അപ് ടു 3-4 വാഷസ് വരെ കളർ ലീക്കിംഗ് ഉണ്ടാവാം ചില കളറിന്. അപ്പോൾ അതുണ്ടെങ്കിൽ ഒട്ടും വറീഡ് ആവണ്ട, അത് ഫെയ്ഡായി പോവില്ല. പ്യുവർ കോട്ടണിൽ വരുന്നതാണ്. ഇങ്ങനെ വരുന്നു. നമ്പർ 2. മെഷീൻ വാഷ് ആദ്യം 3-4 വാഷസ് ചെയ്യരുത് കേട്ടോ. 3, 4 നമ്പർ നോക്കി മാർക്ക് ചെയ്തോളൂ. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഏതെങ്കിലും ബോട്ടം നോക്കിക്കോളൂ കേട്ടോ. 5, 6. താഴെ വീ കട്ടിങ് ഇതിന് കൊടുക്കാത്തത് നിങ്ങൾക്ക് ആവശ്യാനുസരണം ലെങ്ത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 7, 8, 9. ഒരു ടീൽ ബ്ലൂ പോലത്തെ കളറാണിത്. ഒരു മസ്റ്റാർഡ് യെല്ലോയുടെ ഒരു ഡാർക്ക് പോലെ. 10, 11. എന്തെല്ലാം കളർ കറക്റ്റ് അറിയാത്തതുകൊണ്ട് ഞാൻ മിണ്ടായിരിക്കണേ. വരുന്നു റോയൽ ബ്ലൂ ആണ് എനിക്ക്. 13. ഇത് നേവി ബ്ലൂ. 14, 15. ഇത് വൈറ്റ് ആണ്. 16, 17, 18, 19, 20. 20 കളേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ബ്ലാക്ക് ഓഫ് വൈറ്റ് ഇല്ല. അത് ഫാബ്രിക് എത്തിയിട്ടുണ്ട്. നിങ്ങൾ വേണ്ടവർ ഓർഡേഴ്സ് പ്ലേസ് ചെയ്താൽ മതി, ചെയ്തിട്ട് അയക്കൂ കേട്ടോ. സ്റ്റിച്ചിങ് വേണ്ടവരും ഓർഡർ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞാൽ മതി. പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് കോൺടാക്ട് ചെയ്യും. കുറച്ച് സമയം എടുക്കും. എന്തെങ്കിലും അർജൻറ്റ് ആയിട്ടുള്ളവരൊന്ന് പ്രത്യേകം ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കുറച്ച് അവകാശം ആവശ്യമാണ്. ഇന്ന് ദീപയും അമ്പിളിയാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ നിന്നത്. ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് പെരുന്നാളിലേക്ക് പോണതിൻ്റെ മുമ്പ് നമ്മളെടുത്ത ഒരു ലാസ്റ്റ് വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ വരുമ്പോഴത്തേക്കും നിങ്ങൾ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ ബേബിയും ശാന്തേച്ചി, സുനന്ദ, പ്രതിഭ ഒക്കെ ഇവിടെ അണിയറയിലുണ്ട്. അവരെല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്ത് നിന്ന് എടുത്തതാണ് ഇതിങ്ങനെ. അപ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി.